ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. കോപത്താൽ പ്രാർത്ഥനയെ നോക്കിക്കൊണ്ട് പ്രദയും മറുഭാഗത്തേക്ക് തിരിഞ്ഞു നടന്നു. ഗുജറാൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയ പ്രദയുടെ മനസ്സ് മുഴുവൻ നീറ്റിലായിരുന്നു. ഭഗവാനെ, എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ മകൾ മത്സ്യകന്യകയാകാതിരിക്കാൻ അവളെ 7-ാം കടലിനപ്പുറത്തേക്ക് ഞാനും ഋഷിയേട്ടനും അയച്ചു. പക്ഷെ ഇതാ ഇപ്പോ ഒരു മത്സ്യകന്യകയ്ക്കും അപ്പുറം അവൾ ഇന്നൊരു നാഗകന്യക കൂടിയായിരിക്കുന്നു. അവൾക്ക് കിട്ടിയ പദവി എത്രത്തോളം അപകടം പിടിച്ചതാണെന്ന് അവൾക്കറിയില്ല. ഇനി എന്തൊക്കെയാണ് നടക്കുകയെന്ന് എനിക്കറിയില്ല മഹാദേവ. പ്രദ ഇത്രയും സ്വയം ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഋഷി അങ്ങോട്ടേക്ക് വന്നു. എന്താ പ്രദ? ഒന്നുമില്ല ഋഷിയേട്ടാ, ഞാൻ പൂജയ്ക്ക് പോയി ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അന്നേരം ഋഷി പറഞ്ഞു, പ്രദ, പ്രാർത്ഥനമൊക്കെ വേണ്ടി ഞാൻ നമ്മുടെ കമ്പനി അവളുടെ പേരിലാക്കുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നല്ലോ. ഇതാണ് അതിൻ്റെ പേപ്പർ. നീ ഇതിൽ ഒപ്പുവെക്ക്. നീ കൂടി ഒപ്പുവെച്ചാൽ പ്രാർത്ഥനയാണ് പിന്നെ നമ്മുടെ കമ്പനിയുടെ അവകാശി. ഇത്രയും പറഞ്ഞ് ഋഷി തൻ്റെ പോക്കറ്റിൽ നിന്നും പേനയെടുത്ത് പ്രദയുടെ നേരെ നീട്ടി. പെട്ടെന്ന് പ്രദ കുറച്ചു നേരം മുമ്പ് പ്രാർത്ഥന ഋഷിയെപ്പറ്റി തന്നോട് പറഞ്ഞ കാര്യം ആലോചിച്ചു. അവൾക്ക് അക്കാര്യം ആലോചിച്ചപ്പോൾ വിഷമവും പ്രാർത്ഥനയുടെ ദേഷ്യവും തോന്നി. ശേഷം പ്രദ ഋഷിയെ കെട്ടിപ്പിടിച്ചു. ഋഷിയേട്ടാ, നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അതിനുമപ്പുറത്തേക്ക് അവൾ വളർന്നുയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രദ ഋഷിയെ മുറുക്കെ പിടിച്ചു. കാര്യം മനസ്സിലാകാതെ ഋഷി പ്രദയെ ചേർത്ത് നിർത്തി അവളോടായി പറഞ്ഞു, എടോ, എന്താ ഇത്? അവൾ പോയിട്ട് കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ താനിങ്ങനെ ആയാൽ പിന്നെ എന്താവും? പെട്ടെന്ന് പ്രദ കണ്ണുനീർ തുടച്ച് നേരെ അവളുടെ റൂമിലേക്ക് പോയി. കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് പ്രദ സ്വയം പറഞ്ഞു, അച്ഛൻ മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. അതേ മകൾ അച്ഛനെ 10 മടങ്ങായി വെറുത്തുകൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്നു. എന്തൊരവസ്ഥയാണിത്? കണ്ണുനീർ തുടച്ച് പ്രദ സ്വയം ദേഷ്യത്തിൽ പറഞ്ഞു, ഇല്ല, എൻ്റെ ഋഷിയേട്ടന് ഒന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല. ഏതൊരമ്മയ്ക്കും അവരുടെ മക്കൾ തന്നെയാണ് ഏറ്റവും വലുത്. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഇനി അങ്ങനെ അല്ല. പ്രാർത്ഥന എന്ന എൻ്റെ മകൾ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്രയ്ക്കും പൊള്ളുന്ന വാക്കുകൾ കൊണ്ട് അവൾക്ക് ജന്മം നൽകിയ അച്ഛനെ അവൾ എൻ്റെ മുന്നിൽ വെച്ച് ആക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന് ഞാൻ അനുവദിക്കില്ല. ഈ ലോകത്തിലെ ഏതൊരു ശക്തി ഇനി എന്റെ നേർക്ക് വന്നാലും ശരി തന്നെ പ്രാർത്ഥനയിൽ നിന്നും ഞാൻ എൻ്റെ ഭർത്താവിനെ രക്ഷിച്ചിരിക്കും. നടന്ന സംഭവങ്ങൾ നടന്നു. പക്ഷെ ഇനി മറ്റൊരു അനർത്ഥം കൂടി നടക്കാതിരിക്കാൻ ഞാൻ എത്രയും വേഗം അനുമോളുടെ വിവാഹം നടത്തിയിരിക്കണം. മാത്രവുമല്ല, ഒരു കാരണവശാലും പ്രാർത്ഥന ആ ചടങ്ങിൽ പങ്കെടുക്കാനും പാടില്ല. എങ്കിൽ അത് ഋഷിയേട്ടന് ആപത്താണ്. അവളെ അകറ്റി നിർത്തി അനുമോളുടെ വിവാഹം കൂടി നടത്തിയിട്ട് എൻ്റെ ഋഷിയേട്ടനെയും കൂട്ടി ഞാൻ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കും. എൻ്റെ വിഷമിത്തായ മകൾ പ്രാർത്ഥനയുടെ കണ്ണ് എത്താത്തെവിടെയെങ്കിലും പോകും. പക്ഷെ പ്രാർത്ഥന ആരായിരിക്കും ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വിട്ടത്? എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം ആലോചിക്കുമ്പോൾ എൻ്റെ തല എനിക്ക് പൊട്ടിപ്പോകുന്നു. എല്ലാം കണ്ടുപിടിക്കണം. ദിവസങ്ങൾ കൊഴിഞ്ഞു പോകവേ പ്രദയും ഋഷിയും ചേർന്ന് അനുമോളുടെ വിവാഹം രുദ്രൻ റായ്ചന്ദുമായി ഉറപ്പിച്ചു. ഈ വിവാഹം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും. ഇത് ഈ മത്സ്യനാഗിനിയുടെ തീരുമാനമാണ്. എന്റെ മനസ്സിലെന്താ അവൾ മാത്രം ഇങ്ങനെ നിലകൊള്ളുന്നത്? ഇന്ന് അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഋഷഭ് ഗുജ്റാളിന്റെ മകളാണെന്ന് പറയാൻ അറപ്പ് തോന്നുന്നവൾ അതേ ഋഷഭ് ഗുജ്റാൾ വെച്ച ഈ വീട്ടിന്റെ മുന്നിൽ കാൽ പോലും കുത്തരുത്. സത്യത്തിന് തന്നെയാണ് എപ്പോഴും വിജയമുണ്ടാവുക.